ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ ഇസ്താംബുളിലുള്ള സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചിട്ടാണ് ഞാൻ നേരെ ടക്സീം സ്ക്വയറിലേക്ക് പോകുന്നത്. അവിടുന്ന് യൂബറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സികൾ പിടിച്ചിട്ട് വേണം ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ശമ്പർലാത്തഷ ആണ്, അവിടേക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് പ്രൈവറ്റ് ടാക്സി വിളിക്കുകയാണെങ്കിൽ ഏകദേശം 14 വീഡിയോളം നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ എന്തായാലും ഇവിടുത്തെ പ്രൈവറ്റ് ടാക്സി വിളിക്കാൻ നിന്നില്ല, ഭയങ്കര അറപ്പാണ്. ഞാനിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ താഴത്തെ ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ നാട്ടിലെ വോൾവോ ബസ് കണക്കാണ്. ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇരുന്നതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം സീറ്റൊക്കെ ഫുള്ളായതിനു ശേഷം നമ്മളെ കണ്ടക്ടർ വന്നു. അദ്ദേഹം ടിക്കറ്റ് കയറി തന്നു. ഏകദേശം 282 ലിറയാണ്, അതായത് 2.8 BD സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടക്സീം സ്ക്വയർ അഥവാ ടക്സീം മൈതാനിലേക്കുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കണ്ടക്ടർ തന്നെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തതിന് ശേഷം സ്നാക്സും വെള്ളമോട്ടൊക്കെ വന്ന് അതിനും പ്രത്യേകം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം, ആവശ്യമുള്ളവർക്ക് മേടിക്കാം. അപ്പം പുറത്തെ കാഴ്ചകളൊന്നും കാണുവാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സീനറി ഒന്നും കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ടക്സീം സ്ക്വയറിലേക്ക് പോവുകയാണ്. ടക്സീം സ്ക്വയറിൽ എത്തിയതിന് ശേഷം ടാക്സി വിളിച്ച് നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മനോഹരമായ റോഡിൻ്റെ കാഴ്ചകളും സിറ്റി റൈഡൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ മനോഹരമായ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പം സഹിബ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ബസ്സിലാണ് ഇരിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഇവിടുന്ന് നേരെ പോണത് ടക്സീമിലേക്കാണ്. ടക്സീമിൽ ചെന്നിട്ട് അവിടെയാണ് ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടക്സീമിൽ നിന്ന് നമുക്ക് ടാക്സി വിളിച്ചിട്ട് വേണം ഈ ഹോട്ടൽ നിൽക്കുന്ന ഭാഗത്തേക്ക്, ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകേണ്ടത്. സമയം ഏകദേശം 10:45 9 മണിക്കായിരുന്നു ലാൻഡിങ്. ബഹ്റിൻ്റെ സെയിം ടൈമാണ് ഇവിടുത്തെ ലോക്കൽ ടൈം. അപ്പം നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് അകത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ടെലികോം കമ്പനിയാണ് ഉള്ളത്. ഒന്ന് തുർക്ക് സെല്ലും, ഒന്ന് തുർക്ക് ടെലികോമും, അതുപോലെ തുർക്ക് ടെലികോമും, അതുപോലെ വഡാഫോണും. നമ്മുടെ തുർക്ക് ടെലികോം ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയാണ്. അവിടെ നിന്ന് നമ്മളൊരു സിമ്മൊക്കെ എടുത്തു. 25 GB സിമ്മിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1420 ലിറയാണ്. ഇവിടെ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ നേരെ ടക്സീമിലേക്ക് പോവുകയാണ്. അപ്പോൾ ടക്സീമിൽ ചെന്നിട്ട് ഇന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് മറ്റു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്താംബുളിനടുത്തുള്ള ടക്സീം സ്ക്വയറിലാണ്. ടക്സീം സ്ക്വയറിൽ ഇപ്പോൾ ഇവിടം വരെ ഞാൻ ബസ്സിൽ വന്നു. ഇവിടുന്ന് നേരെ ഊബർ ടാക്സി ഓൾറെഡി വന്നിട്ടുണ്ട്. ഊബറിൽ പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ മനോഹരമായ കൊളോണിയൽ സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. പുതിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ നിർമ്മിതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒരു ഹബ്ബാണിത്. ഇത് ഇവിടുന്നാണ് സഹീബ എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ ഇസ്താൻബുൾ എയർപോർട്ടിലേക്കൊക്കെ ഉള്ള ബസ്സുകൾ ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ടക്സീം സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടുന്നാണ് ഞാനിപ്പോൾ നേരെ പോകുന്നത്. ബ്ലൂ മോസ്കിനടുത്താണ് എൻ്റെ ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊബറിൽ ഏകദേശം 400 ലിറയാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ബഹ്റിലുള്ളൊരു ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി പാകിസ്ഥാനി സ്വദേശിയാണ്. പുള്ളി ഒരു സോളോ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പമാണ് പോണത്. പുള്ളി ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്താണ് പുള്ളിയും റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്ക്വയറിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ ഫാത്തിയ ഡിസ്ട്രിക്റ്റിലുള്ള ശമ്പർലാത്താഷ് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലുള്ളത്. നമ്മൾ ഇതുവരെ ഇസ്താംബുൾ കാർഡ് എടുത്തിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. ഇസ്താംബുൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലോ ഫെറിയിലോ അതല്ലെങ്കിൽ ട്രാമിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും യൂബർ പിടിച്ചിട്ടാണ് നേരെ ടക്സീം സ്ക്വയർ അഥവാ ടക്സീം മൈതാനിൽ നിന്ന് ശമ്പർലാത്താഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-25 കിലോമീറ്ററോളം 400 ലിറയാണ് നമുക്ക് ടാക്സിക്ക് വേണ്ടി പറഞ്ഞത്. അതായത് 4 BD പറഞ്ഞത്. എൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി സ്വദേശിയുണ്ട്. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടയാണ്. അദ്ദേഹം സോളോ ട്രിപ്പുമായിട്ടാണ് ഈ ടർക്കിയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ 9ാമത്തെയോ 10ാമത്തെ രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. ബഹറിൽ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് പിന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വൈകിട്ടത്തെ കാഴ്ചകൾ കാണുവാൻ ഞാനും അവനും കൂടെ ആയിരിക്കും പോകുന്നത്. പാകിസ്ഥാനി സ്വദേശിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ടക്സീം സ്ക്വയർ അഥവാ ടക്സീം മൈതാനിൽ നിന്ന് ശമ്പർലാത്താഷിലേക്ക് പോകുന്ന വഴിക്കുള്ള മനോഹരമായ ടർക്കിയുടെ
ടർക്കിയുടെ കാഴ്ചകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, അതായത് ഞാൻ വന്നിരിക്കുന്നത് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തെ അടുത്തറിയാനും അവിടുത്തെ വൈവിധ്യങ്ങളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണുവാനൊക്കെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോകളിലൊക്കെ ആ കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1, 2, 3 വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മളെ സാരഥി ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന് ടർക്കി ലാംഗ്വേജ് അല്ലാണ്ട് മറ്റൊരു ലാംഗ്വേജ് അറിയത്തില്ല. പിന്നെ തത്തിയും പൊത്തിയൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കബാത്താസ് എന്ന് പറയുന്നത് ഇസ്താംബുളിൻ്റെ ചരിത്രപ്രസിദ്ധമായ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സാരഥി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മളെ സാരഥി. പുള്ളി വല്ല ഗൗരവത്തിലിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ 500 ലിറയൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി 400 ആണ്. 700 ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. 700 ലിറയൊക്കെ പറഞ്ഞ ഇവിടെ അപാര കത്തിയാണ്. നമ്മളെ പുറത്തുനിന്നുള്ള ആൾക്കാരാന്ന് മനസ്സിലാവുന്ന സമയത്ത് അവര് പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർ 700 ലിറയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നെഗോസിയേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 400 ലിറയിലേക്ക് എത്തിയത്. അപാര കത്തിയാണ്. കത്തി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർക്കറിയാം. അതനുസരിച്ചിട്ട് അവര് റേറ്റ് കൂട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോസ്ഫറസ് സീയാണ്. ഇസ്താംബുൾ നഗരത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടലിടുക്കാണ്. ഏകദേശം 30 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഈ ബോസ്ഫറസ് സീയുടെ 2 ഭാഗത്തായിട്ടാണ് ഇസ്താംബുൾ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് ശംബർലാത്താഷ് എന്ന് പറയുന്ന മനോഹരമായ സിറ്റി ഉള്ളത്. അവിടെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടലുള്ളത്. അപ്പോൾ ഹോട്ടലിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന മനോഹരമായ ഒരു വെട്ട് റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക് റോഡല്ലത്. ഈ ഹാഗിയ സോഫിയയും അതുപോലെ തന്നെ ബ്ലൂ മോസ്കും ഗ്രാൻഡ് ബസാറൊക്കെ ഈ ഒരു ചുറ്റുവട്ടത്താണ് ഉള്ളത്. ഏകദേശം ഒരു 500 മീറ്റർ 600 മീറ്റർ മാറിയിട്ടൊക്കെയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറിയിട്ടാണ് ഫഹദ് എടുത്തിരിക്കുന്ന ഹോട്ടലുള്ളത്. ഫഹദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ പാകിസ്ഥാനിയാണ്. അപ്പം ഫഹദ് താമസിക്കുന്നത് ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വിശദമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സബീഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ശംബർലാത്താഷ് എന്ന് പറയുന്ന ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ള കാഴ്ചകളും അതുപോലെ തന്നെ റോഡിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും ടർക്കിയുടെ സിറ്റി റൈഡൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹോട്ടലിൻ്റെ വിശദമായ കാഴ്ചകളും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും വീണ്ടും ടർക്കിയുടെ മനോഹരമായ എൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങൾക്ക് സ്വാഗതം. 1, 2, 3 വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ എപ്പിസോഡിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. മനോഹരമായ ടർക്കി കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.